ഇതിലും സഹകരിക്കുന്ന ബഹുമാനിലെ സ്വീകരണ പരിപാടി നടക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിയിൽ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി വികർത്തി അവരെ ക്ഷണിച്ചുകൊള്ളു. ട്രസ്റ്റിയായിട്ട് നിയമിച്ചെന്ന് പത്രത്തിൽ വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. അതൊരു അപൂർവ ബഹുമതി തന്നെയാണ്. അതിനെ ഞാൻ അനുമോദിക്കുന്നു. അധ്യക്ഷൻ പ്രേമച്ചൻ, ഈ പരിപാടിയുടെ മുഖ്യാതിഥി, ഈ പരിപാടിയുടെ ചടങ്ങിൻ്റെ ദീപം കൊളുത്തിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മളെല്ലാവരും തന്നെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഈ ലോഹിതാഷൻ ആളുകളെ, അതായത് ഇവിടുത്തെ പൊതുബോധത്തെ ഒന്നിച്ചു ചേർന്ന് ഇവിടെ ഒരു അനുമോദന ചടങ്ങ്, ഒരു സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, അവർ നവരാത്രി സമയത്ത് നമുക്ക് അഴുകുന്ന ദേഷ്യത്തിൽ കാണാൻ സാധിക്കും. എൻ്റെ മകൾ അടുത്ത മകളെ തന്നെ അവിടെ നിന്ന് എഴുത്തിരിക്കുക. നമ്മുടെ ട്രസ്റ്റിയായ മൂന്നാളാണ് ട്രസ്റ്റ്. ലോഹിതാഷൻ മറ്റു ട്രസ്റ്റിമാരൊക്കെ തന്നെ ആ ദേവി കുളിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു ജന്മം, അതുപോലെ തന്നെ മറ്റു പലരും തന്നെ ആ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്ന, അതായത് ദേവിയെ കുളിപ്പിച്ചതിന് ശേഷം അതിൽ കുളിച്ച് ഒരു സംതൃപ്തി നേടുന്ന ഒരു ജന്മം എനിക്ക് പോലും കുളിക്കാൻ തോന്നി. അത്തരത്തിലുള്ള ഒരു ഉത്സവമായിരുന്നു ഇന്നലെ അവിടെ നടന്നത്. വീട്ടിനടുത്തുള്ള ഒരു പയ്യൻ, അതൊന്നും നല്ല ആക്രമണക്കായിരുന്നു. പഠിക്കുന്ന 8ാം ക്ലാസ് പഠിക്കുന്ന ദേഷ്യം പിടിക്കുക. അവന് ദേഷ്യം പിടിക്കും. ഒരു കല്ലെടുത്തിട്ട് പൂജാരിയുടെ മേലേക്ക് വെച്ചു. അന്ന് യുവദാസനാണ് ആ സമയത്തുള്ള അന്നത്തെ പ്രശ്നമില്ല, ആ സമയത്ത്. സുഹൃത്തുക്കളെ, ഇപ്പം ശ്രീ ലോഹിതാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് വടക്കുന്ന പന്തളത്തില് അദ്ദേഹം പ്രസിഡന്റാണ്. അദ്ദേഹം ഞാനും അവിടെ അമ്മസംഘത്തിൽ അംഗമാണ്. ആ നിലയിൽ അദ്ദേഹവുമായി നമുക്ക് വളരെ അടുപ്പുണ്ട്. വളരെ സൗമ്യമായ കുടുംബമാണ്. എന്ത് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. വളരെ സ്നേഹപൂർവമായ സമീപമായി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മനുജനത്തിന് അടിപൊളി ദേവീക്ഷേത്രത്തിലെ ട്രസ്റ്റിയായി നിയമനം ലഭിച്ചത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ശരിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നേട്ടങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ടാവുന്ന പൊതു പ്രവർത്തകർക്ക് ഉണ്ടാവുന്ന ചെറിയ അച്ചീവ്മെന്റ്സും അതുപോലുള്ള നേട്ടങ്ങൾക്കൊക്കെ ഒരു പൊതുവേദിയിൽ വെച്ച് അവരെ അനുമോദിക്കുക എന്നത്. യുവദാഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ഏറ്റവും പഴയ കാലഘട്ടം ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് വളർന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളിലും വടക്കിലൊക്കെ ക്ഷേത്ര കമ്മിറ്റിയിൽ തന്നെ ആദ്യമായിട്ടൊരു തുടക്കം കുറിച്ചത് ഞാനും യുവദാഷനും തന്നെയാണ്. പക്ഷെ നമ്മളെ അറിയുന്ന തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഇതിന് മുമ്പേ 1-2 ഘട്ടങ്ങളിൽ ഞാൻ അദ്ദേഹവുമായിട്ട് ഈ വീട്ടിൽ ഇതിന്റെ പരിസരത്ത് വെച്ച് തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഏതെല്ലാം വിധത്തിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ ഞാൻ മനസ്സിലാക്കി. പല ഇതിൽ ഞങ്ങളെ പല സംഘടനകൾ അദ്ദേഹത്തിനോട് മെമ്പർ ആക്കണമെന്നും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ജ്യേഷ്ഠനായിട്ടും എല്ലാവരും വളരെ പരിചയപ്പെട്ട് കളിച്ചും വളർന്ന് വന്നതാണ്. അപ്പോൾ ഇന്ന് ഈ അടിപൊളി ദേവീക്ഷേത്രത്തിൽ ആ ട്രസ്റ്റിയായി കിട്ടിയതിൽ ഞങ്ങൾക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലോഹിതാഷന് കിട്ടിയ ബഹുമതിയിൽ രണ്ടാമത്തതാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ
ഷഷ്ടിപൂർത്തി ദിനത്തിൽ വ്യാപാര വ്യവസായ സംഘങ്ങളുടെ പെൻഷൻ കിട്ടിയിരുന്നു. ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടുക, വ്യാപാരികൾക്ക് കിട്ടുക എന്നുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണ്. 60 വയസ്സ് പൂർത്തീകരിച്ച രോഹിതാക്ഷന് പെൻഷൻ കിട്ടിയപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ആഘോഷിച്ചു. ഇത് രണ്ടാമത്തെ ഒരു ചടങ്ങാണ്. ഇനിയും ചടങ്ങുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്.